ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 18ാം സീസണിലെ ഏറ്റവും ശക്തമായ ടീമുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ്. നമുക്കറിയാം, കണക്കുകൾ പ്രകാരം ഏറ്റവും ശക്തമായ ടീം കരുത്ത് മുംബൈയുടേതാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഹർദിക് പാണ്ഡ്യയെ പോലെ പയറ്റിത്തെളിഞ്ഞ നായകനാണ് മുംബൈയെ നയിക്കുന്നത്. സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ എന്നീ സൂപ്പർ താരങ്ങളെല്ലാം ഉപദേശങ്ങളുമായി ഹർദിക്കിന് ഒപ്പം തന്നെയുണ്ട്. എന്നിട്ടും മുംബൈക്ക് ജയിക്കുവാൻ സാധിക്കുന്നില്ല. 5 മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 4ലും മുംബൈ തോറ്റിരിക്കുകയാണ്. ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ പതറുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓൾറൗണ്ട് പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും വിജയത്തിലേക്ക് മുംബൈയെ എത്തിക്കുവാൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കുള്ള വസ്തുത. ഇത്തവണ കൂടി അവസാന സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മുംബൈ തുടർ തോൽവികൾ വഴങ്ങുമ്പോൾ ടീം ഉടമകളും ഹർദിക്കിനെതിരായിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ശക്തമായ ടീം കരുത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുംബൈക്ക് ജയിക്കാനാവാത്തതെന്ന ചോദ്യം പ്രസക്തമാണ്. മുംബൈക്ക് വിജയ വഴിയിൽ തിരിച്ചെത്തേണ്ടത് അത്യാവശ്യമാണെന്നിരിക്കെ ടീമിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്കൊന്ന് പരിശോധിക്കാം. മുംബൈ ഇന്ത്യൻസിനെ പിന്നോട്ടേക്കടിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ടീമിലെ ഭിന്നതയാണ്. ഹർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയപ്പോൾ തുടങ്ങിയ ഭിന്നത ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് പറയുമ്പോഴും കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് വ്യക്തമാണ്. സൂര്യകുമാർ യാദവിനെ മുംബൈ ക്യാപ്റ്റനാക്കിയാൽ നിലവിലെ ഭിന്നതകൾക്ക് ഒരു പരിധിവരെ ഫലം കാണുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഹർദിക് പാണ്ഡ്യയ്ക്ക് ടീമിനുള്ളിൽ പിന്തുണ ലഭിക്കുന്നില്ല. യുവതാരങ്ങൾക്കടക്കം ഹർദിക്കിനോട് എതിർപ്പുമുണ്ട്. വിഘ്നേഷ് പുത്തൂർ ഉൾപ്പെടെയുള്ള പ്രതിഭാശാലികളായ യുവതാരങ്ങളെ ഹർദിക് ഉപയോഗിക്കുന്ന രീതിയോടും കടുത്ത എതിർപ്പുണ്ട്. ടീമിനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുവാൻ ഹർദിക്കിന് സാധിക്കുന്നില്ല. ഓൾറൗണ്ടർ എന്ന നിലയിൽ സാധ്യമാകുന്നതെല്ലാം ഹർദിക് ചെയ്യുന്നുണ്ട്. എന്നാൽ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല. ഇതിന് കാരണം ടീമിനുള്ളിൽ തന്നെ താരത്തിന് പാരയുണ്ട് എന്നുള്ളതാണ് തുറന്നു കാട്ടുന്നത്. സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ 2020 നായകനാണ്. മുംബൈ സൂര്യയെ നായകനാക്കി ഹർദിക്കിനെ താരമെന്ന നിലയിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് മുംബൈക്ക് ഗുണം ചെയ്യുക. അങ്ങനെ ചെയ്താൽ മുംബൈക്ക് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുക പ്രയാസമാവില്ല. എന്നാൽ ഇത്തരമൊരു കടുത്ത നീക്കത്തിന് മുംബൈ തയ്യാറാവുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് ഓർഡറിലേക്ക് വരികയാണെങ്കിൽ നിലവിലെ മുംബൈയുടെ തോൽവിക്ക് പ്രധാന കാരണമായി മാറുന്നത് ബാറ്റിംഗ് ഓർഡറിലെ പാളിച്ചകളാണ്. താരങ്ങളെ മാറി മാറി പരീക്ഷിക്കുന്നത് പ്രകടനത്തെ ബാധിക്കുന്നു. ഇത് ടീമിനെ പിന്നോട്ടേക്ക് അടിക്കുകയും ചെയ്യുന്നു. തിലക് വർമ്മയെ 3ാം നമ്പറിലേക്ക് പരിഗണിക്കുവാൻ മുംബൈ തയ്യാറാകണം. റിയാൻ ട്രിക്കിൾട്ടൺ, രോഹിത് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ക്ലിക്കാവുന്നില്ല. ടോപ്പ് ഓർഡറിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം ടീമിനെ പിന്നോട്ടേക്ക് അടിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. രോഹിത് ശർമ്മയുടെ മോശം ഫോം ടീമിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. 5 മത്സരത്തിൽ 4 മത്സരമാണ് രോഹിത് കളിച്ചത്. ഒരു മത്സരത്തിലും നിലവാരം കാട്ടുവാൻ രോഹിത്തിന് സാധിച്ചിട്ടില്ല. ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ കളിക്കുവാൻ രോഹിത് ശർമ്മയ്ക്ക് വലിയ താല്പര്യമില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. ഹർദിക് സീനിയർ താരങ്ങൾക്ക് വലിയ വില നൽകാത്ത ക്യാപ്റ്റനുമാണ്. എന്നാൽ സൂര്യകുമാർ യാദവ് രോഹിത്തിന് വലിയ പിന്തുണ നൽകുന്ന താരമാണ്. അതുകൊണ്ട് തന്നെ സൂര്യ നായകസ്ഥാനത്തേക്ക് വരുന്നതായിരിക്കും ബുംറയ്ക്കും രോഹിത്തിനും കൂടുതൽ താല്പര്യം. ദീപക് ചഹർ പേസ് ഓൾറൗണ്ടറാണ്. സ്വിംഗ് ബൗളറായ ചഹാറിനെ പവർ പ്ലേയിലാണ് കൂടുതലായും ഉപയോഗിക്കേണ്ടത്. എന്നാൽ ചഹാറിനെ വേണ്ട വിധം ഉപയോഗിക്കുവാൻ ഹർദിക്കിന് സാധിക്കുന്നില്ല. ട്രെന്റ് ബോൾട്ടിനെയും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നില്ല. ദീപക്കും ബോൾട്ടും പവർ പ്ലേയിൽ മിന്നിച്ചിരുന്ന താരങ്ങളാണ്. ഇത്തവണ ഇവർക്ക് വലിയ മികവ് കാട്ടുവാൻ സാധിക്കുന്നില്ല. ഇതിന് കാരണം ഇവരെ ഉപയോഗിക്കുന്നതിലെ പിശകാണെന്ന് തന്നെ പറയാം. മുംബൈയുടെ ബൗളർമാരെല്ലാം മികച്ചവരാണെങ്കിലും ഇവരെയൊന്നും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കാത്തത് വലിയ തിരിച്ചടിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇത്തവണത്തെ ഈ IPL സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. കൂടുതൽ IPL വാർത്തകൾക്കും IPL വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.